Hi guys, welcome to Varana Race Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മളിന്ന് ടാജറ്റ് CHSL 2024ൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇത്രയും നാളെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും 30 സെക്കൻഡ് ടൈമോടുകൂടി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ട് വരുന്നത്. അതേപോലെ തന്നെ ഇന്നും ഒരു 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. ഒരു സ്പീഡ് മോക്ക് പോലെ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ സാറ്റർഡേ സൺഡേയിൽ വരുന്ന വീഡിയോസ് നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഒരു 30 days ചാലഞ്ച് പോലാണ് നോക്കുന്നത്. സോ ആ ഒരു ചാലഞ്ചിൽ നെക്സ്റ്റ് വീഡിയോ ആണ് ഈ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇതെന്ന് പറയുന്നത് 12-8-3-2-5-1-5 ആൻഡ് 10 ആണ് കിടക്കുന്നത്. ഇതിൽ ഏതൊക്കെ സിമ്പിൾസ് കൊണ്ടുവന്നതാക്കിയാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഇതാക്കാം. 12-8-3-2-5-1-5-10 ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത്. സോ ഇതിൽ ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഓക്കെ. സോ നിങ്ങൾ ചെയ്ത് നോക്കിയപ്പം ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇതായിട്ടുള്ളത് തേർഡ് ഓപ്ഷൻ ആണ് വരുന്നത്. സോ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ദറ്റ് ഈസ് 12 - 8 + 3 ദെൻ എന്താണ് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 1 ഇൻറ്റു 5 ഈക്വൽ ടു 10 എന്നാണ് വന്നേക്കുന്നത്. സോ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് 3 × 2 6. 12 - 8 എന്ന് പറയുന്നത് 4 + 6 which is equal to 10 10 വരും. സോ ഇത് ഏറ്റവും എളുപ്പം നോക്കുന്നത് ഡിവൈഡ് ബൈ സൈൻ എവിടെ വരും. ഇത് ഡിവൈഡ് ബൈ ആണ്. സോ ഈ ഡിവൈഡ് ബൈ സൈൻ എവിടെ വരും എന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ മതി. സോ ഡിവൈഡ് ബൈ സൈൻ നോക്കിയപ്പോൾ ഇവിടെ ആണെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ബാക്കി ഒരിടത്തും ഡിവൈഡ് ബൈ സൈൻ വരാൻ ചാൻസ് ഇല്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്ത് ഞാൻ ഓപ്ഷൻ 3 ആണ് എടുത്തത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആണ്. എന്താണ് അതിൻ്റെ ഇത് മൈനസ് പ്ലസ് ഇൻറ്റു ഡിവൈഡഡ് ബൈ ഇൻറ്റു ആൻഡ് ഈക്വൽ ടു ഈ രീതിയിലാണ് കിടക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ മൈനസ് പ്ലസ് ഇൻറ്റു ഡിവൈഡ് ബൈ ഇൻറ്റു ആൻഡ് ഈക്വൽ ടു എന്നാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ജിസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു FEHGRQSR എന്നാണ്. ഡെക് എന്ന് പറയുന്നത് CBTSBAJI എന്നും. എന്നാൽ ലോപ്പ് എന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്ന ഏത് രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ജിസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ JGIST. ജിസ്റ്റ് എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് എന്താണ് FEHGRQSR ഈ ഒരു രീതിയിലാണ്. സോ ഞാൻ ഇവിടുത്തെ പോസ്റ്റൽ വാല്യൂസ് ഒന്ന് എഴുതുമ്പോൾ ഇത് 7 9 19 20. ഇവിടെ നോക്കിയേ 6 5 8 7 18 17 19 18 ഇങ്ങനെയാണ് കിടക്കുന്നല്ലേ. എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിൻ്റെ 2 കുറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ 7 എന്ന് പറയുവാണെങ്കിൽ 7ൽ നിന്ന് 1 കുറച്ചു, ദെൻ -1 -2. അങ്ങനെയാണെങ്കിൽ ഇതും -1 -2, ഇതും അതേപോലെ തന്നെ -1 -2, ഇതുപോലും ആ രീതിയിൽ തന്നെ -1 -2 എന്ന് പറഞ്ഞു. സോ ആ രീതിയിൽ പോവുകയാണെങ്കിൽ ലോപ്പ് എന്ന് പറയുന്നത് LOPE ലോപ്പ് എന്ന് പറയുന്നത് ഇതിന്മേൽ എന്താണ് -1 -2 ചെയ്യുക. Lൽ നിന്ന് -1 ചെയ്യുമ്പോൾ എത്രയാണ് 12 ആണ് വരേണ്ടത്. ഇവിടെ എന്താണ് 11 വിച്ച് ഈസ് K. -2 ചെയ്യുമ്പോൾ എന്താ വരേണ്ടത് ഇവിടെ 10 ആണ് വരുന്നത്. 10 എന്ന് പറയുന്നത് J. KJ വരുന്ന ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻസ് ജസ്റ്റ്
നോക്കിയാൽ മതി. KJNMONDZ എന്നാണ് വരുന്നത്. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ്? വിൻ്റർ എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് XJXQKX എന്നാണ്. ഓട്ടം എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് TRYWWWB. സീസൺ എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്ന ഏത് രീതിയിൽ നിന്നാണ്? ഒരു എന്താണ് കോഡിങ് ഡീകോഡിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. വിൻ്റർ എന്ന് പറഞ്ഞാൽ അല്ലേ WINTER. വിൻ്റർ എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ 23, 9, 14, 20, 5 and 18 എന്നാണ്. പിന്നെ അത് കോഡ് ചെയ്തേക്കുന്ന ഏത് രീതിയിലാണ്? KX ആണ് KX. സോ ഇവിടെ വരുമ്പോൾ അത് 24, 10, 24, 17 and this is 11 and this is 24. ഈ രീതി നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി. ഇവിടെ എന്താണ്? 23, ഇത് 24, അപ്പോൾ +1. ഇവിടെയോ 9 +2. ഇവിടെ നോക്കുമ്പോൾ +3, ദിസ് ഇസ് +4, +5, ഇതെന്താണ് വരുന്നത്? +6. സോ എന്താണ്? ഫസ്റ്റും ലാസ്റ്റും തമ്മിൽ +1 ഡിഫറൻസ്, സെക്കൻഡ് ലാസ്റ്റും തമ്മിൽ +2 ഡിഫറൻസ്. ആ രീതിയിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സീസൺ എന്ന് പറയുന്നത് എങ്ങനെ കാണിക്കും? സീസൺ അല്ലേ, SCA. സീസൺ എന്ന് പറയുന്നത് നമ്പർ 19, 5, 1, ദെൻ ഇത് എത്രയാണ്? 19, 15 ആൻഡ് ദിസ് ഇസ് 14. അപ്പം ഇവിടുന്ന് ആദ്യത്തെ +1 അല്ലേ, അപ്പം 20 വരും. അവിടെ എന്താ വരുന്നത്? T. ഇവിടുന്ന് +2 വരുവാണെങ്കിൽ 7 വിച്ച് ഈസ് എന്താണ്? വിച്ച് ഈസ് G. അപ്പം GT വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അടുത്തതും കൂടെ നോക്കാം. ഇവിടെ നിന്നാണെങ്കിൽ +3 ആകുമ്പോൾ 4 ആണ് വിച്ച് ഈസ് D. അപ്പം DGT. കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. DGT എന്ന് പറഞ്ഞ് ലാസ്റ്റ് വരും. ബാക്കിയുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് എല്ലാം ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പോയാൽ മതി. സോ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 4 TTWDGT എന്നാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെറാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. സോ ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ, ദെൻ ഒരു സർക്കിൾ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടിയിട്ട് 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്ട്രൈറ്റ് എന്ന് പറയുന്ന റിട്ടേൺ ചെയ്തേക്കുന്നത് UVTCUHJ എന്നാണ്. സർവൈവൽ എന്ന് പറയുന്നത് UWTXMBWJ എന്നാണ്. എന്നാൽ ടേക്ക് ഓവർ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തേക്കുന്നത് ഏത് രീതിയിൽ നിന്നാണ്? ഒരു 30 സെക്കൻഡ് ടൈം തരാൻ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ ഇതിൻ്റെ നമ്പേഴ്സ് എഴുതുവാണെങ്കിൽ 19, 20, 18, 1, 9, 7, 8 and 20. ഇവിടെ എഴുതുവാണെങ്കിൽ 10, 8, 9, 21, then 3, 20, 22 and 21. ഇവിടെ നോക്കുമ്പോഴോ ഇത് +2. ഇവിടെ എന്താണ്? +2. ഇവിടെയും +2 തന്നെ, ഇവിടെയും +2 ആൻഡ് ദിസ് ഇസ് ഓൾസോ +2. ഇത്രയും സൈൻസ് എന്ത് ചെയ്തു? +2 ആണ്. ഇവിടെ നോക്കി, ഇവിടെ എന്താണ്? ഇവിടം വരെ +2. ഇവിടം വരെ എന്താണ്? +2 ആണ്. ഇനി ബാക്കിയുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കിയോ 9, ഇവിടെ 10 എന്ന് വെച്ചാൽ ഇവിടുന്ന് +1, ഇവിടെ 7, 8 +1, ഇവിടെ +1 ആൻഡ് ദിസ് ഇസ് ഓൾസോ എന്താണ്? +1. സോ ഈ രീതിയിലാണ്
പോകുന്നത്. ആദ്യത്തെ 4 എന്താണ് +2 എന്ന് പറഞ്ഞു പോയേക്കുന്നു. ബാക്കിയുള്ള 4 എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ആ കിടക്കുന്ന I എന്ന് പറയുന്നത് ഇങ്ങനെ ലാസ്റ്റിലത്തേനോട് +1 എന്ന് പറഞ്ഞു പോകും. G എന്ന് പറയുന്നത് സെക്കൻഡ് ലാസ്റ്റിനോട് +1 എന്ന് പറഞ്ഞു പോകും. ഈ ഒരു സീരീസാണ് പോയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടേക്ക് ഓവർ അല്ലേ, ടേക്ക് ഓവർ എന്ന് പറയുന്നത് ടേക്ക് ഓവർ എന്ന് പറഞ്ഞു പോകുന്നത് എന്തായിരിക്കും? ഓക്കെ, ടേക്ക് ഓവർ എന്ന് പറഞ്ഞ് പോയേക്കുന്നത് ഇവിടെ എന്താണ് +2 വിച്ച് ഈസ് 22 എന്ന് പറഞ്ഞാൽ B ആണ്. ഇവിടെയും +2 വിച്ച് ഈസ് 3 വിച്ച് ഈസ് C. +2 ചെയ്യുമ്പോൾ എന്താണ് 13 ആണ് വരുന്നത്. 13 എന്ന് വെച്ചാൽ M, VCM. ആൻഡ് ദിസ് ഈസ് ഓൾസോ +2. 5 + 7 G. ഇവിടെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ +1 വരും അല്ലേ. +1 വരുമ്പോൾ ഇവിടെ എന്താ P വരും. ദെൻ ഇവിടെ +1 വിച്ച് ഈസ് U. അപ്പോൾ WP വരുന്നതൊക്കെ ആയിരിക്കും VCMG, SFWP. സോ ഇവിടെ നോക്കാം +1 വിച്ച് ഈസ് F ആൻഡ് ദിസ് ഈസ് S. സോ എന്താണ് വരുന്നത് VCMG SFWP. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഫില്ല് ചെയ്യാനാണ് ST-FIR-STNF-IRG-NFI-C എന്ന് പറഞ്ഞൊരു സീരീസാണ് വന്നേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ 2 മെത്തേഡ്സും ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്ന് വെച്ചാൽ അത് ചെയ്യാം. സോ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ NGIFSTR എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം. അല്ല എങ്കിൽ എങ്ങനെയാണ് ഇത് പോയേക്കുന്നതെന്ന് പറഞ്ഞാൽ വേണ്ടേ ST-FIR എന്നാണ് അല്ലേ. സോ ഇവിടെ നോക്കി എനിക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ N സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെയാണെങ്കിൽ G ആണ്, R കഴിഞ്ഞിട്ട് G വന്നേക്കുന്നു. സോ STNFIR എന്ന് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് പോയേക്കുന്ന ഒരു സീരീസാണ് ഇത് വരുന്നത്. സോറി RG എന്ന് പറഞ്ഞത്. അപ്പോൾ 5-6 എണ്ണം ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. കാരണം കുറേ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പാടായതുകൊണ്ട്. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 3. നമ്മൾ ഓപ്ഷൻ 3 ഇട്ട് കൊടുത്ത് ഓരോ ഓപ്ഷൻസ് ഇട്ട് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. സൊനാൽസ് ബ്രദേഴ്സ് പെറ്റേണൽ ഗ്രാൻഡ് മദർ നെയ്മഡ് സീത ഈസ് കമ്മിങ് വിത്ത് സൊനാൽസ് പാർട്ടി വിത്ത് ഹർ ഒൺലി സൺ. ഹൗ ഈസ് സീത റിലേറ്റഡ് ടു സൊനാൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. സൊനാൽസ് ബ്രദേഴ്സ് അല്ലേ. അപ്പം നമുക്ക് നോക്കുമ്പോൾ സൊനാലിൻ്റെ ബ്രദറിൻ്റെ എന്താണ് പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. പെറ്റേണൽ എന്ന് പറഞ്ഞാൽ അച്ഛനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നതാണ് സീത. ഓക്കെ, സീത. ഇനി സീത പറയുന്നത് സീത സൊനാലിൻ്റെ പാർട്ടിയിൽ ഒൺലി സണ്ണുമായിട്ടാണ് വരുന്നത്. സീതയുടെ സണ്ണ് ഇവിടെ ആരാണ്? ഈ ഒരു ആണല്ലേ. സോ ഈ പേഴ്സൺ സൊനാലിൻ്റെ ആരാണ്? സൊനാലുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തേക്കുന്നു? ഫാദർ ഓഫ് സൊനാൽ. സൊനാലിൻ്റെ ഫാദറാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ഫാദർ ആണ് ഇവിടെ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനോട്ട് പോകാം. അടുത്ത എന്താണ്? ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ളതാണ്. സോ ഒരു 30 സെക്കൻഡ് ടൈം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ.
സോ ഇതിന് എങ്ങനെയാണ് വരുന്നത്? ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ 2 ആണ് കിട്ടുന്നത്. 62543 എന്ന് വരുന്ന ഓപ്ഷൻ 2 ആണ് ഇവിടെ കിട്ടുന്നത്. സോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ ആൽഫബറ്റിക്കൽ സീരീസിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ അത് വളരെ എളുപ്പമാണ്. ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടാൻ പറ്റും. സോ പിന്നെ അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് നെഗറ്റീവ് അടിക്കുന്നതുമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ കറക്റ്റ് ആൻസർ 625431 ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 16 144 22 ഡാഷ് ആൻഡ് 14 112 എന്ന് പറഞ്ഞേക്കുന്ന ഒരു എന്താണ് നമ്പർ അലോചിച്ച് ക്വസ്റ്റ്യൻ ആണോ എന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കി 16 144 22 ഡാഷ് 14 112. സോ 16 144 തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് 16 × 9 ആണ് 144 എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ 14 112 എന്നും പറയുന്നത് 14 × എത്രയാണ്? 8 ആണ് അല്ലേ? 8 ആണ് 112 എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തൊക്കെ കിട്ടണം? 8ഉം 9ഉം ഇവിടുന്ന് കിട്ടണം. എങ്ങനെ കിട്ടും എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഞാൻ ഈ 16നെ ഫസ്റ്റ് നമ്പർ ആയിട്ടുള്ള 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് 8 ആണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുന്നതല്ലേ ഈ 9 എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ ഇവിടെ അതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ 14/2 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7ൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 8 വരും, ഇവിടെ 9 വരും. സോ കറക്റ്റ് ആയിട്ട് വരത്തില്ലേ? സോ ഇതിൻ്റെ സീരീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ divided by 2, ഫസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ 2 പ്ലസ് 1 ആണ്. എന്ത്? പ്ലസ് 1. ഫസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ 2 പ്ലസ് 1. ആ കിട്ടുന്ന സംഖ്യ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് നമ്പറുമായിട്ട് ഫസ്റ്റ് നമ്പറും ആ ഒരു ഇതും കൂടെ ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്പർ ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. ഈ ഒരു രീതിയിലാണ് സെക്കൻഡ് നമ്പർ വരുന്നത്. ഓക്കെ, സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ ഫസ്റ്റ് നമ്പറിൻ്റെ പാതി പ്ലസ് 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി ഏതാണ്? 22ൻ്റെ ഏതാണ് ചോദിച്ചേക്കുന്നത്? സോ ഞാൻ എന്ത് ചെയ്യുന്നു? 22നെ ചെയ്യുവാണെങ്കിൽ 22/2 അല്ലേ? അപ്പോൾ എത്ര വരുന്നത്? 11. 11 പ്ലസ് 1 അത് എത്ര വരുന്നത്? 12. 12 × 22 വിച്ച് ഈസ് ഈക്വൽ ടു 264. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? 264 എന്നും കൂടെ പറയാം. ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇസ് ഈക്വൽ ടു എന്താണ്? സെക്കൻഡ് നമ്പർ. ഈ രീതിയിലാണ് വരുന്നത്. ഈ പാറ്റേൺ ആണ് വരുന്നത്. ഫസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ 2 പ്ലസ് 1 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ആണെന്ത്? സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 12 5 29 19 12 50 അങ്ങനെ വരുവാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ നമ്മൾ നോക്കുവാണെങ്കിൽ 12 5 29 അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. ഞാൻ 29ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ എനിക്ക് എത്ര വരുന്നത്? 24. അതിൻ്റെ പാതിയല്ലേ 12 എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ നോക്കിയാൽ 50 മൈനസ് 12 ആണ് എത്ര? 38. 38ൻ്റെ പാതി എത്ര? 19 വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും വരുന്നത്? ഓക്കെ, 15 14 44 അല്ലേ? 44 മൈനസ് 14 എത്ര വരുന്നത്? 30. 30ൻ്റെ പാതി എത്ര? സോ എങ്ങനെയാണ് വരുന്നത്? സെക്കൻഡ് നമ്പർ തേർഡ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ. തേർഡ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ ഈക്വൽ ടു ഒരു ഇത് കിട്ടും. ഡിവൈഡഡ് ബൈ 2 ആണ് എത്ര? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ ഡിവൈഡ് ബൈ 2 ആണ് എത്ര? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 162 ഡിവൈഡ് ബൈ 3 പ്ലസ് 5 × 6 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 274 ആണ്. ഇതിൽ
ഇതിലേതൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്താൽ കറക്റ്റ് ആൻസർ കിട്ടുമെന്നാണ്. സോ ആദ്യത്തത് പ്ലസ് മൈനസ്, അടുത്തത് ഡിവൈഡ് ബൈ ഇൻറ്റു, അടുത്ത മൈനസ് പ്ലസ് ആൻഡ് പ്ലസ് ഇൻറ്റു, ഇതാണ് വന്നേക്കുന്നത്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. ഇവിടെ നമുക്ക് വലിയൊരു സംഖ്യയാണ് വരേണ്ടത് അല്ലേ. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, പ്ലസ് ആൻഡ് ഇൻറ്റു ഓപ്ഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എളുപ്പം. പ്ലസ് ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എടുക്കുന്നത്. ഓക്കെ, 162 അപ്പം എന്താ 162 ഡിവൈഡ് ബൈ 3 എത്ര വരുന്നത്? 54. 54 ഇൻറ്റു 5 270 പ്ലസ് 4 എന്ന് വരും. ദാറ്റ് ഈസ് 274. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? പ്ലസ് ആൻഡ് ഇൻറ്റു എന്നാണ്. സോ ഈ ഒരു 10 ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു സീരീസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നാളെ നമ്മൾ പോയിട്ടുള്ള എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.